ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റാലുടൻ നിങ്ങൾ ഈ പറയുന്ന ഒരു വരി ഒന്ന് എഴുതി വെച്ച് നോക്കുക. നിങ്ങളുടെ പുറകെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഐശ്വര്യം വന്നു ചേരുമെന്നുള്ളതാണ്. അത് ദിവസവും ചെയ്യുക. ലക്ഷങ്ങൾ തന്നെ, വലിയ തുകകൾ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ പറയുന്ന വരി നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ഒന്ന് എഴുതി വെച്ച് നോക്കുക. ചെറിയൊരു കാര്യമാണ്. അപ്പോൾ അത് എഴുതി വെക്കുന്ന എങ്ങനെയാണ്, അതിനു മുമ്പ് ഒരു ചെറിയ ഒരു രഹസ്യ താളിയോല മന്ത്രമുണ്ട്. അപ്പോൾ മുഴുവൻ കേട്ടിട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു പച്ച സഞ്ചിയും കൂടെ വേണം. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ബുക്കിൽ ഒരു വരി എഴുതി സൂക്ഷിക്കേണ്ടത്. അത് എവിടെ സൂക്ഷിക്കണമെന്ന് കൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ അത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നല്ല. ചിലർക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങാം. പക്ഷേ നിത്യേന ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. വിശ്വാസത്തോടെ ചെയ്താൽ അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്, ലളിതമായ ഒരു കാര്യമാണ്, നല്ല കാര്യമാണ്. അപ്പം ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഏതായാലും വലിയ ചിലവില്ലാതെ ചെയ്യാവുന്ന, ഒരു ചിലവില്ലാതെ ചെയ്യാൻ ചെറിയൊരു കാര്യമാണ്. പക്ഷേ വലിയ ഫലം തരുന്ന ഒരു കാര്യമാണ്. ചെയ്ത് നോക്കുക. സാമ്പത്തികത്തിൻ്റെ ആ ബ്ലോക്ക് മാറി നിങ്ങളിലേക്ക് ലക്ഷങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വരാൻ അത് ഉപകരിക്കും. ദിവസവും ചെയ്യുക. അപ്പോൾ ആ ഒരു താളിയോല രഹസ്യ മന്ത്രമുണ്ട്. അത് ബീജമന്ത്രമാണ്. അത് കൂടെ ജപിക്കണം. എല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഇതെങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് സാഹചര്യം. ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ തലയിലെടുത്ത് മാറ്റുന്ന ഒരു കാര്യമാണ്. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴല്ലേ നമുക്ക് അറിയത്തുള്ളൂ. ചിലപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ തലയവര മാറുന്നത്. അത് ഏതായാലും ചെയ്ത് നോക്കുക. നല്ല കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അത് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. രാവിലെ ഉണർന്നു കഴിഞ്ഞാലുടൻ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കൈയും കാലും മുഖവും കഴുകുക, അല്ലെങ്കിൽ കുളിക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. ഈ ഒന്നുകിൽ കൈയും കാലും മുഖവും കഴുകിയിട്ട് അല്ലെങ്കിൽ കുളിച്ചിട്ട് നിങ്ങളൊരു ബുക്ക് മേടിക്കണം. ഇത് കണ്ടോ, ചെറിയൊരു ബുക്ക് മേടിക്കുക. ഇതുപോലൊരു ചെറിയ ബുക്ക് മേടിക്കണം. ഇത്രയും വലിപ്പമൊന്നും വേണമെന്നില്ല, ചെറിയൊരു ബുക്ക് മതി. അത് വരയിട്ടതാകരുത്, വരയിടാത്തതായിരിക്കണം. ആ ബുക്കിൽ നിങ്ങൾ പേന കൊണ്ട് മതി. ആദ്യം ഞാൻ ഈ പറയുന്ന ഒരു മന്ത്രം വാ കൊണ്ട് ജപിക്കുക. ഓം ശ്രീം ഹ്രീം ശ്രീം. ഹ്രീം എന്നുള്ള കാ ജപിക്കരുത്. ഒന്നുകൂടെ പറയാം. ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ മന്ത്രവും കൂടെ എഴുതിയിടുക. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഓം ശ്രീം ഹ്രീം ശ്രീം ഇത്രയും ജപിച്ചാൽ മതി. ഈ മന്ത്രം വാ കൊണ്ട് ഒരു തവണ ജപിക്കുക. എന്നിട്ട് മനസ്സിൽ ജപിക്കുക, കണ്ണ് തുറന്നുകൊണ്ട് തന്നെ. എന്നിട്ട് ഹൃദയത്തിൽ നിങ്ങൾ ഈ മന്ത്രം ഒരു മഞ്ഞ പ്രകാശമായിട്ട് സങ്കല്പിക്കണം. ഈ മന്ത്രം ഒരു പ്രകാശമായിട്ട് സങ്കല്പിച്ച് ആ പ്രകാശം നിങ്ങളിൽ നിന്ന് വെളിയിലേക്ക് ചുറ്റും പരക്കുന്നതായിട്ട് സങ്കല്പിച്ച് 1 മിനിറ്റ് കൊണ്ട് പോലും വേണ്ട, ഇത് 10 സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആ ഒരു ഹൃദയത്തിലുള്ള ആ മഞ്ഞ പ്രകാശം, വൃത്തത്തിലുള്ളൊരു മഞ്ഞ പ്രകാശം, ആ മന്ത്രം മഞ്ഞ പ്രകാശമായിട്ട് കാണണം. എന്നുവെച്ചാൽ വാ കൊണ്ട് ഒരു തവണ മന്ത്രം ജപിച്ചു. ഓം ശ്രീം ഹ്രീം ശ്രീം. പിന്നെ കണ്ണ് തുറന്ന് തന്നെ മനസ്സിൽ ജപിച്ചു. ജപിച്ച ശേഷം ഹൃദയത്തിൽ ഒരു മഞ്ഞപ്രകാശം സങ്കല്പിക്കുക. ആ മഞ്ഞപ്രകാശം ചെറിയ രീതിയിലുള്ളൊരു മഞ്ഞപ്രകാശം, അത് ആ മന്ത്രമാണെന്ന് വിചാരിക്കുക. ആ പ്രകാശം എന്നിട്ട് അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ചുറ്റുമുള്ള ലോകം മുഴുവൻ പരക്കുന്നതായിട്ട് സങ്കല്പിച്ച ശേഷം നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൽ ഞാൻ ഈ പറയുന്ന ഒരു വരി എഴുതി വെക്കുക. അതായത് പേന എടുത്തിട്ട് ബുക്ക് തുറന്നിട്ട് വെള്ള പേപ്പറിൽ എഴുതുക. എഴുതുമ്പോൾ ഇത് ഡേറ്റ് ഇടണം. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് അതിന് താഴെ എഴുതണം. കുബേരനും ലക്ഷ്മിക്കും എനിക്കും സമ്പത്ത് നൽകുന്ന പരമേശ്വരനെയും പരമേശ്വരിക്കും കോടി കോടി നന്ദി എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ബുക്ക് പിന്നെ തുറന്ന് നോക്കരുത്, അടച്ചിട്ട് നിങ്ങളൊരു പച്ച കോട്ടൺ തുണി മേടിച്ച് അതുകൊണ്ടൊരു സഞ്ചി തയ്ച്ച് ആ സഞ്ചിക്കകത്ത് എഴുതിയിട്ട് നിങ്ങളുടെ ഹാളിൻ്റെയോ വീട് ഏത് മുറിയുടെ വേണേലും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ തൂക്കിയിടുക. ഒരാണി നിറച്ച്, ചെറിയൊരു ആണി നിറച്ച്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് എടുക്കാനും പാകത്തിൽ വേണം അത് തൂക്കിയിടാൻ. ആ ഭിത്തിയിൽ ആ വലിയ പൊക്കത്തിലൊന്നും ഇടരുത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതെടുക്കുക,
ഡേറ്റ് ഇട്ട് എഴുതുക. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ എഴുതി വെക്കുക. ബുക്ക് തീർന്നു കഴിഞ്ഞാൽ വേറെ ബുക്ക് ഉപയോഗിക്കുക. ഈ സംഭവം നിങ്ങളിങ്ങനെ നിത്യേന ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായ ബ്ലോക്ക് മാറും. മാത്രമല്ല, കാരണം ഈ മന്ത്രത്തിന് അതിനുള്ള ശക്തിയുണ്ട്. ഈ ഹൃദയത്തിലുള്ള ഈ മഞ്ഞ പ്രകാശത്തിലുള്ള ധ്യാനത്തിന് അതിനുള്ള ശക്തിയുണ്ട്. ഈ എഴുതുന്നതിനൊരു പ്രത്യേക ശക്തിയുണ്ട്. ഇങ്ങനെ എഴുതി വെക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ ഒരു പ്രത്യേക രീതിയിൽ ഇപ്പം വീട് സ്ഥലവും വേണം അത് എഴുതി വെച്ചിട്ട് താഴെ ഒരു ത്രികോണം വരച്ച് അതിൻ്റെ അത് ക്ലീമും വരച്ച് നിങ്ങൾ കിടക്കുന്നതോ ഏത് മുറിയുടെ വേണേലും തെക്ക് പടിഞ്ഞാറേ ഭിത്തിയിലോ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയിലോ അല്ലെങ്കിൽ വടക്കേ ഭിത്തിയിലോ നിങ്ങളത് ഒട്ടിച്ച് വെക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ചു വീട് സ്ഥലവും വാങ്ങിയവരുണ്ട്. കുറേ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അവർ മെസ്സേജ് ചെയ്തുകൊണ്ട് അതെല്ലാം ഞാൻ അതിൻ്റെ ബുക്കിലോട്ട് എഴുതി വെക്കും. വീട് സ്ഥലവും ഉദ്ദേശിക്കുന്ന രീതി വാങ്ങിയവരുണ്ട്. ഈ എഴുതി വെക്കുന്നതിന് ശക്തിയുണ്ട്. ഇതൊക്കെ ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഈ സമ്പത്തിൻ്റെ ഈ കാര്യം ഇങ്ങനെ ഈ മന്ത്രം ജപിച്ചിട്ട് ഈ മഞ്ഞപ്രകാശത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചിട്ട് അത് നിങ്ങൾക്ക് ചുറ്റും പരക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതി ഓരോ ദിവസവും ഡേറ്റ് ഇട്ട് ഇങ്ങനെ എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിയുമ്പോൾ എന്നെ നോക്കരുത്. ആ ബുക്ക് അടച്ചിട്ട് ഒരു പച്ച കോട്ടൺ തുണി മേടിച്ച് സഞ്ചി തയ്പ്പിക്കണം. കോട്ടൺ തുണി മതി, പട്ടൊന്നും വേണ്ട. പച്ച കോട്ടൺ തുണി, പച്ച കവർ ഉണ്ടെങ്കിലും മതി. പക്ഷേ പച്ച കവർ, പ്ലാസ്റ്റിക് കവർ പച്ച ഉണ്ടെങ്കിലും മതി. അല്ലെങ്കിൽ പച്ച കോട്ടൺ തുണി മേടിച്ച് ജോലിക്കടയിൽ നിന്ന് മേടിച്ചൊരു സഞ്ചി തയ്ക്കുക. തയ്യക്കാരെ കൊടുത്ത് തയ്ച്ചു തരും. അത് വീടിൻ്റെ ഏത് മുറിയുടെയും ചെയ്യാം. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു മുറി ഉണ്ടായിരിക്കുമല്ലോ. ഏത് മുറിയുടെ ആണെങ്കിലും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ തൂക്കിയിടുക. ചെറിയ രാണി നിറച്ച് ദിവസം എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് എന്നും രാവിലെ എഴുതണം. പിന്നെ അത് തൂക്കിയിടണം. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. എങ്ങനെ പണം വരുമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ അത് വർക്കൗട്ട് ആകത്തില്ല. എങ്ങനെയെന്നുള്ളത് പരമേശ്വരനും പരമേശ്വരിക്കും വിട്ടുകൊടുക്കുക. മനസ്സിലായില്ലേ? നിങ്ങളെക്കൊണ്ട് നോക്കിയിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. ഇനി അങ്ങ് ഈശ്വരന് വിട്ടുകൊടുക്കുക. എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട, ഇത് ചെയ്യുക. ബാക്കി ആ പരമേശ്വരനും പരമേശ്വരിയിലും സമർപ്പിക്കുക. മാർഗങ്ങൾ വന്നുകൊള്ളൂ. നമ്മൾ എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോഴാണ് അത് നമുക്ക് സംശയമുള്ളതുകൊണ്ടാണ് അത് വർക്കൗട്ട് ആകത്തില്ല. വെറുതെ സമയം കളയാന്നുള്ളൂ. എങ്ങനെയെന്ന് ചിന്തിക്കരുത്. നിങ്ങളിത് എഴുതി വെക്കുക. നിത്യേന ചെയ്യുക. ചെറിയൊരു കാര്യം പക്ഷെ വലിയ സാമ്പത്തികം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ശരിയായി ചെയ്തവരുടെയൊക്കെ ജീവിതം മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ UK എന്നുള്ള ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ഒരാൾക്ക് ഡോക്യുമെൻറ്റേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പായിപ്പാട് പുത്തങ്കാവിലമ്മയ്ക്ക് ഒരു വഴിപാട് ഇന്നത് ചെയ്യാൻ, ഇന്ന രീതി ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ ചെയ്തു. നേർന്ന് കഴിഞ്ഞ് ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ മിനിഞ്ഞാന്നാണ് നേർന്നത്. ഇന്ന് രാവിലെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എന്നെ രാവിലെ പുള്ളിക്ക് ആ പേപ്പർ വന്ന സംഭവം അത് ശരിയായി. നോക്കുക, അയാളുടെ ജീവിതമാണത്. അല്ലാതെ ചുമ്മാ ഈ വീഡിയോ അതും ഇതും പറയുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ എത്രയോ ജീവിതങ്ങൾ മാറിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം അയാളുടെ കാര്യം ശരിയായി. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ വേറൊരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു, ഒരു കേസിൻ്റെ കാര്യത്തിന്. അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞു കൊടുത്ത വ്യക്തിക്ക് ആ കേസിൻ്റെ കാര്യത്തിൽ അയാൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് സംഭവിച്ചു. ഏറ്റുമാനൂരപ്പനാണ് വഴിപാട് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നവർക്കറിയാം. ഏറ്റുമാനൂരപ്പൻ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള തലേവര എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. രണ്ട്, നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലാണ്. അപ്പം നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ട്, ക്രിയാശക്തി കൊണ്ട് മാറ്റാവുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഏത് കാര്യവും ഏറ്റുമാനൂരപ്പം വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക. ഇത് ആരോടും പറയണ്ട, നിങ്ങളത് ചെയ്താൽ മതി. പറഞ്ഞാൽ അതിന് ശക്തി പോകും. പിന്നെ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവിനോടൊന്നും പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ കഴിവതും നിങ്ങൾ വേണേൽ വീട്ടിലുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. പക്ഷേ എങ്കിലും കഴിവതും അധികം വെളിയിൽ ആരോടും പറയുകയും വേണ്ട. അപ്പോഴതിനൊരു ശക്തി ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സടക്കത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും പ്രത്യേക ശക്തിയുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ അധികം ആ മനസ്സിൽ മതി. അത് പറഞ്ഞുകൊണ്ട് നടക്കണ്ട. ഇത് നിത്യേന ചെയ്യുക. അപ്പം ചിലപ്പോൾ ഒരു പച്ച കോട്ടൺ തുണി കൊണ്ട് സഞ്ചി മേടിച്ച് കൊടുക്കാൻ പോകുമ്പോൾ തയ്യക്കാരി ചോദിക്കും, എന്തിനാ ഒന്നേ ഡീറ്റെയിൽസ് മുഴുവൻ ഹിസ്റ്ററി, ജോഗ്രഫി, ബയോഗ്രഫി എല്ലാം പറഞ്ഞേക്കരുത്. എനിക്കൊരാവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. അത് മതി. ആരോടും ഈ മുഴുവൻ കഥ, ഹിസ്റ്ററി ഒന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയുന്നവർക്ക് പലത് ചെയ്താലും ഫലം ഉണ്ടാകത്തില്ല. മനസ്സിനൊരടക്കം വേണം.
മനസ്സിനൊരു പക്വത വേണം, എന്നാലേ ഇതൊക്കെ ഫലം കിട്ടത്തുള്ളൂ. കാരണം ഇതെല്ലാം നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, നമ്മുടെ മനസ്സിൻ്റെ മനസ്സ്. അതുകൊണ്ട് ഒരു പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം, അപ്പോഴാണ് അത് ഫലമായിട്ട് വരുന്നത്. ചില ദിവസങ്ങൾ ചില ദേവതകൾക്ക് വഴിപാട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉയർച്ചകൾ തന്നെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ചില ദിവസങ്ങളുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയും. അതുകൊണ്ട് നിങ്ങൾ കഴിവതും വീഡിയോ മിസ് ചെയ്യരുത്, ദിവസവും കാണാൻ ശ്രമിക്കുക. പിന്നെ കാണാതിരിക്കുമെന്ന് നിങ്ങളുടെ ഇഷ്ടം, ആരുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല. പക്ഷേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില വിശേഷ ദിവസങ്ങളെക്കുറിച്ചും ചില വിശേഷ ദിവസങ്ങളിൽ ചില വഴിപാടുകൾ ചില ക്ഷേത്രത്തിൽ ചെയ്താൽ അത്ഭുതകരമായിട്ട് ജീവിതം മാറും, എന്നേക്കുമായി ജീവിതം രക്ഷപ്പെടും. അങ്ങനെയുള്ള ഒരു 3 ദിവസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം പറയാൻ പോകുന്നത് ഫെബ്രുവരി 6-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി 6-ാം തീയതി, ഈ വരുന്ന വെള്ളിയാഴ്ച. ഞാനിപ്പം വീഡിയോ ഇടുന്നത് തിങ്കളാഴ്ചയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ചത്തെ കാര്യം പറയാൻ പോകുന്നത് ഫെബ്രുവരി 6-ാം തീയതി. അപ്പോൾ ഫെബ്രുവരി 6-ാം തീയതി ചെയ്യാവുന്ന കാര്യം, അന്ന് പഞ്ചമിയാണ്, വെള്ളിയാഴ്ചയും കൂടെ ചേർന്ന് വരുന്ന കാര്യമാണ്. നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് താമര മുട്ടോ അല്ലെ താമരപ്പൂവോ, അത് നിങ്ങൾ അടുത്തുള്ള കടയിൽ ചെന്ന് ചോദിച്ചാൽ ചിലയിടത്ത് കിട്ടാൻ ചിലയിടത്ത് കിട്ടണമെന്നില്ല. മാല കെട്ടുന്നവരോട് തലേദിവസം ഏർപ്പാട് ചെയ്ത് അവർ സംഘടിപ്പിച്ച് തരും. എല്ലാത്തിനും അതിൻ്റേതായ ചില എളുപ്പ വഴികളുണ്ട്. ഇപ്പം എൻ്റെ ഉടുപ്പിൽ ഇച്ചിരി ഭസ്മം വേണമെന്ന് വിചാരിച്ചു. ഞാൻ ആ ഭസ്മം വേറൊരു തുണി എടുത്ത് തൂക്കുവാണെങ്കിൽ അത് മുഴുവൻ പടരും, പോകത്തില്ല. അതേസമയം ഒന്ന് ഊതുക, അല്ലെങ്കിൽ വേറൊരു തുണി കൊണ്ടടിച്ച് ആ ഭസ്മത്തിൻ്റെ അത് പോകും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും അതിൻ്റേതായ വഴികളുണ്ട്. ചെറിയൊരു കാര്യം മനസ്സിലാക്കുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പം താമരപ്പൂ വേണമെങ്കിൽ, അല്ലെങ്കിൽ താമരമുട്ടാണേലും മതി, താമരമുട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കാണുന്നവരോടൊന്നും ചോദിച്ചാൽ അതൊന്നും കിട്ടത്തില്ല. അമ്പലത്തിൽ വരുന്നത് നിങ്ങൾ മാല കെട്ടുന്നവരോട് പറയണം, തലേദിവസം പറഞ്ഞ് ഏർപ്പാടാക്കണം. മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ ചില ക്ഷേത്രത്തിൽ ചിലവും വെളിയിൽ കിട്ടാം, മിക്കവാറും കിട്ടത്തില്ലെങ്കിൽ മാല കെട്ടുന്നവരോട് പറഞ്ഞാൽ അവർ സംഘടിപ്പിച്ച് തരും, തലേദിവസം പറയണം. അങ്ങനെയാണ് അത് സാധിക്കേണ്ടത്. അല്ലാതെ അന്നേ ദിവസം വന്ന് കാണുന്നവരോടെല്ലാം താമരമുട്ടുണ്ടോ താമരപ്പൂ ഉണ്ടോ ചോദിച്ചുകൊണ്ട് കാണുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അപ്പോൾ മാല കെട്ടുന്നവരോട് തലേദിവസം പറയുക, അവർ സംഘടിപ്പിച്ച് വരും. ഒന്നുകിൽ താമരപ്പൂ അല്ലെ താമരമുട്ട്. ഈ വരുന്ന ഫെബ്രുവരി 6-ാം തീയതി 2026 രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു താമരയുടെ മുട്ട അല്ലെങ്കിൽ താമരപ്പൂ ആയിക്കോട്ടെ, താമരപ്പൂവ്. പിന്നെ അത് ഒന്നിലധികം വെക്കാം കേട്ടോ, ഞാൻ ഒരെണ്ണമെങ്കിലും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു കടുംബായസിൻ്റെ രസീത്, പിന്നെ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഒരു നെയ്വിളക്ക്. ഇത്രയും കൂട്ടിപ്പിടിച്ച് എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുന്ന സാമ്പത്തിക നിലയാണ്. പിന്നെ ഒരു സെറ്റും നേരിയതും കൂടെ വെക്കണം, അമ്മയ്ക്ക് ഒരു സെറ്റും നേരിയതും. ഇത്രയും കൂട്ടിപ്പിടിച്ച് എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ വാ കൊണ്ട് അവിടെ നിന്ന് കരയുമല്ല ചെയ്യേണ്ടത്, മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട് നടക്കി വെക്കുക. സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം പറയുക, നടക്കി വെക്കുക. വെച്ചു കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് ഫെബ്രുവരി 6-ാം തീയതി രാവിലെ വെള്ളിയാഴ്ച പഞ്ചമിയുടെ അന്ന് രാവിലെ ഒരു 6-നും 7-നും ഇടയ്ക്കും ചെയ്താൽ നല്ലതാണ്. ആ സമയത്ത് ചെയ്താൽ, അപ്പം പറ്റുന്നവർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരും എന്നുള്ളതാണ്. ഇനി 2ാമത്തെ ഡേറ്റ് പറയുന്നത് ഫെബ്രുവരി 22-ാം തീയതി. അന്നും പഞ്ചമി വരുന്നുണ്ട്. ഒരു മാസം 2 പഞ്ചമി വരുമല്ലോ. അന്നത്തെ പഞ്ചമി കുറച്ചുകൂടെ വിശേഷമാണ്. ഫെബ്രുവരി 22 2 പഞ്ചമിക്കും പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും ഫെബ്രുവരി 22-ാം തീയതി പഞ്ചമി കുറച്ചുകൂടി 2 കാര്യമുണ്ട്. അന്ന് ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താലും അല്ലെ ദേവിക്ക് വഴിപാട് ചെയ്താലും പ്രത്യേക ഫലമാണ്, സർപ്പത്തിന് വഴിപാട് ചെയ്താലും പ്രത്യേക ഫലമാണ്. ഫെബ്രുവരി 22 പഞ്ചമി, 2026 ഫെബ്രുവരി 22-ാം തീയതി പഞ്ചമിയുടെ അന്ന് വിശേഷ ഫലമാണ് സർപ്പത്തിന് വഴിപാട് ചെയ്താലും. ആദ്യം ഭദ്രകാളിക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം. അന്നേ ദിവസം നിങ്ങൾ ഭദ്രകാളിക്ക് ഞാനീ പറഞ്ഞ വഴിപാട് തന്നെ ചെയ്യുക. ഒരു താമരപ്പൂ അല്ലെങ്കിൽ ഒരു താമരമുട്ട്, നെയ്വിളക്ക്, കടുംബായുസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പിടിപ്പണം, അല്പം ചില്ലറയും കൂടെ നിങ്ങൾ കൈപ്പിടിക്കണം, അല്ലെങ്കിൽ നോട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ. പിന്നെ ഒരു സെറ്റ് നേരിയതും. ഈ ഫെബ്രുവരി 6-ാം തീയതിയും പിടിപ്പണം, അന്നും പിടിപ്പണം കൈപ്പിടിക്കണം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പം പിടിപ്പണം ചില്ലറയോ നോട്ടോ ആയിക്കോട്ടെ, പിന്നെ ഒരു സെറ്റ് നേരിയതും. അപ്പം ഈ ഫെബ്രുവരി 6-നും 12-നും ഒരേ രീതിയിലാണ് വഴിപാട് ചെയ്യേണ്ടത്. ഒരു താമരപ്പൂ അല്ലെങ്കിൽ താമരമുട്ട്, നെയ്വിളക്ക്, കടുംബായുസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഒരു സെറ്റ് നേരിയതും, പിന്നെ ഒരു അല്പം ചില്ലറ അല്ലെങ്കിൽ നോട്ടോ എന്തോ ആയിക്കോട്ടെ, പിടിപ്പണം കയ്യിൽ പിടിച്ച് നിങ്ങളുടെ സങ്കടം പറഞ്ഞ് നടക്കി വെക്കുക. വെച്ചു കഴിഞ്ഞ ഉടനെ ഇതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇനി ഫെബ്രുവരി 6-ാം തീയതി ചെയ്യുന്നവർ ചിലപ്പം ഫെബ്രുവരി 12-ാം തീയതി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നല്ലതാണ്. ഇപ്പോൾ
2 പഞ്ചമിയും ചെയ്താൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ 1 പഞ്ചമിയെങ്കിലും ചെയ്യുക കേട്ടോ. ഇത് പറ്റുന്നവർ ചെയ്യുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ. അമ്മയെ വിശ്വസിച്ച് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും രക്ഷപ്പെടാനും ചില വിശേഷ ദിവസങ്ങളിൽ ഈ ഭദ്രകാളി അല്ലെ ദേവീക്ഷേത്ര ദർശനം ചെയ്തു ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് ഉയർച്ച ഉണ്ടാകാനുള്ള അനുഗ്രഹങ്ങളുണ്ടാകും. അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്തു രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിശേഷ ദിവസങ്ങൾ പറയും. ഇത് പ്രയോജനപ്പെടുത്തിയ ഒരുപാട് ആളുകൾ. അതായത് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പല അനുഭവങ്ങളും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഇനിയും ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം കൂടെ ജപിച്ചാൽ നല്ലതാണ്. ഓം ശ്രീം ഹ്രീം ശ്രീം എന്ന മന്ത്രം ജപിച്ചിട്ട് ദേവിയോട് പ്രാർത്ഥിച്ച് നടക്കി വെച്ചാൽ വിശേഷ ഫലമാണ്. അത് വാഗൊണ്ട് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിച്ചാൽ മതി കേട്ടോ. 1 തവണ 3 തവണ ജപിക്കാം. എന്നിട്ട് നടക്കി വെച്ചാൽ വിശേഷ ഫലമാണ്. ഓം ശ്രീം ഹ്രീം ശ്രീം. ഹ്രീം എന്നുള്ള കാ ഉച്ചരിക്കരുത്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മന്ത്രം എഴുതിയിടുന്നുണ്ട്, അതുകൂടെ നോക്കിയിട്ട് ജപിക്കുക. ഇത് ഫെബ്രുവരി 6, ഫെബ്രുവരി 22. അപ്പം ഒന്നുകൂടെ വ്യക്തമാക്കാം. ഫെബ്രുവരി 6, ഫെബ്രുവരി 22 തീയതി. ഇനി ഫെബ്രുവരി 22 തീയതി തന്നെ സർപ്പക്ഷേത്രത്തിൽ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞ് പോവുക. സർപ്പക്ഷേത്രത്തിൽ പോയി നാഗരാജാവിനൊരു നെയ്വിളക്ക്, പാൽപ്പായസം, ചില്ലറ, പിടിപ്പണം അല്ലെങ്കിൽ നോട്ട് എന്തും ആയിക്കോട്ടെ, നിങ്ങളൊക്കെ ഇവിടെ പറ്റുന്ന പോലെ വെച്ച് പ്രാർത്ഥിക്കുക. നാഗയക്ഷിയമ്മയ്ക്കും ഒരു പാൽപ്പായസം, പിന്നെ നെയ്വിളക്ക്, പിടിപ്പണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ മാറ്റം ഉണ്ടാകും. ഇനിയും നാഗയക്ഷിയമ്മ മാത്രമുള്ള ചില ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാലും ഫലമാണ്. ഇനിയും നാഗക്ഷേത്രത്തിൽ പോയി നാഗരാജാവിന് തന്നെ ചെയ്താലും ഫലമാണ്. നാഗയക്ഷിയമ്മയ്ക്ക് കൂടെ ചെയ്യുവാണെങ്കിലും വിശേഷ ഫലം ലഭിക്കും. കാരണം നാഗരാജാവിനും നാഗയക്ഷിയമ്മ 2 പേർക്കും ചെയ്യുവാണെങ്കിൽ വലിയ ഐശ്വര്യം ഉണ്ടാകും. അത് സാധാരണ സർപ്പക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുക. അത്ഭുതകരമായ ജീവിതം മാറും. എന്ന് പോകണം? ഫെബ്രുവരി 22 തീയതി പോകണം. ഫെബ്രുവരി 22 തീയതി 2026. ആ ഡേറ്റിനാ കാര്യം, ആ ദിവസത്തിനാ കാര്യം. പറഞ്ഞാൽ മനസ്സിലാവും. അത് വേറൊരു ദിവസം ചെയ്താൽ ആ ഫലം ഉണ്ടാകണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് വീഡിയോ കഴിവതും മിസ് ചെയ്യരുത്. എല്ലാവരും പറയും എല്ലാ വീഡിയോയും കാണുന്നുണ്ടെന്ന്. പക്ഷേ നമുക്ക് കണക്കുകൾ നോക്കിയാൽ അറിയാം. എല്ലാവരും എല്ലാ വീഡിയോയും കാണുന്നുണ്ട്, അതുപോലെ വ്യൂസ് കണക്കിൽ കാണിക്കും. പക്ഷേ കണക്കിൽ പലപ്പോഴും അങ്ങനെ കാണിക്കാറില്ല. അതിനർത്ഥം ആളുകൾ വെറുതെ പലതും കള്ളത്തരം പറയുന്നതാണെന്നാണ്. പക്ഷേ അത് എനിക്ക് അറിയാം. പക്ഷേ എങ്കിലും ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കൊള്ളാം, കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ. ഞാൻ പറയുന്ന കാര്യം സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അത് ആവശ്യമുള്ളവർ കാണുന്നുണ്ട്, അത് എഴുതിയെടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ ഫലം ഉണ്ടാകുന്നുണ്ട്. ഞാനും ആ ഈശ്വരന് അതിന് നന്ദി പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. ഇപ്പം നിങ്ങളുടെ ഒരു കുടുംബത്തിൽ ചിലപ്പം അച്ഛൻ ഒരു വഴി, അമ്മ ഒരു വഴി, മക്കൾ ഒരു വഴി, അങ്ങനെ നാനാ വഴി നശിച്ചു പോകാതിരിക്കാൻ ദൈവികമായ നല്ല കാര്യങ്ങൾ അറിഞ്ഞാൽ ഉപകരിക്കും. പിന്നെ അതുമല്ല, അവിടെ ഇവിടെയും കാണുന്ന സാമ്പത്തികമായ തട്ടിപ്പുകളിലൊക്കെ പോയി ചാടുക, അല്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോവുക, തെറ്റായ ബന്ധങ്ങളിൽ പോവുക, ഇങ്ങനെയൊക്കെ പോയി ചാടുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരാപത്തിലും പോകത്തില്ല, ഒരു തെറ്റുകളിലും പോയി ചാടത്തില്ല, ഒരു തട്ടിപ്പിലും പോയി ചാടത്തില്ല. കുടുംബവും നിലനിൽക്കും, കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ദേവനല്ലേ ദേവിക്ക് ചില വഴിപാടുകൾ ചെയ്താൽ ആ വ്യക്തിക്ക് പെട്ടെന്ന് ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും, ആ കുടുംബം രക്ഷപ്പെടും. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. ഇത് നിങ്ങളിങ്ങനെ ചെയ്യുക. ഇനി 3ാമത് പറയുന്ന ഡേറ്റ് ഫെബ്രുവരി 8 തീയതി. എന്താണ് ഫെബ്രുവരി 8 തീയതിയുടെ പ്രത്യേകത? ഫെബ്രുവരി 8 തീയതിയാണ് ആണോ? അല്ല, ഫെബ്രുവരി 8 തീയതി തന്നെയാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത ഞായറാഴ്ചയും സപ്തമിയും കൂടെ ചേർന്ന് വരുന്നു. ഞായറാഴ്ചയും കലണ്ടറെ നോക്കിയാൽ താഴെ കാണാം, സപ്തമിയും കൂടെ ചേർന്ന് വരുന്നു. എന്താ ഞായറാഴ്ചയും സപ്തമിയും കൂടെ ചേർന്ന് വന്നാൽ അന്ന് വിശേഷ ബലമാണ്. സൂര്യനെയോ ശിവനെയോ വഴിപാട് ചെയ്താലോ വിളിച്ചാലോ ആ വ്യക്തിക്ക് ശത്രുവിജയങ്ങൾ, സമ്പത്ത്, ഐശ്വര്യം, ദുരിതങ്ങൾ മാറുക, വിശേഷ അനുഗ്രഹം ലഭിക്കും. അന്ന് ശിവനെയോ സൂര്യനെയോ വണങ്ങിയാൽ. മനസ്സിലാവുന്നുണ്ടോ? ഫെബ്രുവരി 8 തീയതി. അപ്പോൾ അന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ ശിവക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ നവഗ്രഹ പ്രതീക്ഷയുള്ളത് സൂര്യന് വഴിപാട് ചെയ്യുക. ഇനി ശിവക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശിവന് പാൽപ്പായസം, കൂവളത്തിലെ അർച്ചന, പിൻവിളക്ക്, നെയ്വിളക്ക് ഇത്രയും സമർപ്പിച്ച് ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയുക. പാൽപ്പായസം ചെയ്യാൻ പറ്റില്ലെങ്കിൽ വെള്ള നിവേദ്യം കൊടുക്കുക. നിങ്ങൾ
ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ, സമ്പത്ത് നൽകണേ, ഉയർച്ച നൽകണേ എന്ന് നന്നായിട്ട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. വെച്ച് കഴിഞ്ഞാൽ ഉടൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, അങ്ങ് മറന്നേക്കണം. കാരണം ഒരു വഴിപാട് വെക്കുമ്പോൾ നന്നായിട്ട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. വെച്ച് കഴിഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിൽ ചെറിയ സംശയം ഉള്ളതുകൊണ്ടാണ്, ഈ കൂടെ ചിന്തിക്കുന്ന ഡൗട്ട് ഉള്ളതുകൊണ്ടാണ്. അത് ശരിയാണോ അങ്ങനെ ചിന്തിക്കരുത്. ഒരു കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വെച്ചു, അത് കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്, മറന്നേക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഫെബ്രുവരി 8-ാം തീയതി ശിവക്ഷേത്രത്തിൽ ചെയ്യുക. ഇനിയും ഫെബ്രുവരി 8-ാം തീയതി നവഗ്രഹ പ്രദക്ഷിണമുള്ളിടത്ത് പോയി സൂര്യന് അർച്ചന ചെയ്യുക. അതുപോലെ തന്നെ സൂര്യന് ആ നവഗ്രഹത്തിന് 9 വലത്ത് വെക്കാം, സൂര്യന് അർച്ചന ചെയ്യുക, പ്രാർത്ഥിക്കാം. അതും വിശേഷ ബലമാണ്. അല്ലെ സൂര്യക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുന്നതും വിശേഷ ബലമാണ്. അപ്പം പറ്റുന്നവർ ശിവക്ഷേത്രത്തിൽ പോവുക. ഇനി നിങ്ങൾക്ക് പറ്റുന്ന നവഗ്രഹ പ്രദക്ഷിണമുള്ളിടത്ത് പോകാൻ പറ്റുന്നെങ്കിൽ അവിടെ പോവുക. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഒരുപാട് ആളുകളാണല്ലോ വീഡിയോ കാണുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പറ്റുന്നത്. ഈ ഒരാൾ തന്നെ ഇതെല്ലാം കൂടെ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ശിവക്ഷേത്രത്തിലും സൂര്യനെയും ഒരാൾ തന്നെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ശിവക്ഷേത്രത്തിൽ പോയി അന്ന് വഴിപാട് ചെയ്യുന്നവർ സൂര്യക്ഷേത്രത്തിൽ പോകണമെന്നില്ല, സൂര്യനെ വഴിപാട് ചെയ്യണമെന്നില്ല. ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് നവഗ്രഹ പ്രദക്ഷിണമുള്ളിടത്ത് പോയി സൂര്യനും വഴിപാട് ചെയ്യുക, അല്ലെ സൂര്യക്ഷേത്രത്തിൽ പോവുക. അതൊക്കെ നിങ്ങളുടെ സാഹചര്യം പോലെ ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ ഫെബ്രുവരി 8-ാം തീയതി ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫെബ്രുവരി 8-ാം തീയതി നിങ്ങൾ നവഗ്രഹ പൂജ ഈ നവഗ്രഹങ്ങളുള്ളിടത്ത് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ വിശേഷ ഫലമാണ്. അപ്പം ചില ദിവസം ഈ ഞായറാഴ്ച സപ്തമിയും ചിലപ്പോൾ ഇനിയും ചേർന്ന് വരുന്നത്, ചിലപ്പോൾ ഇനി അടുത്ത ഇടയും ചിലപ്പോൾ ചേർന്ന് വരണമെന്നില്ല. അത് ചിലപ്പം കുറച്ച് മാസം കഴിയുമ്പോഴായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വരുന്ന സമയങ്ങളിൽ അത് പ്രയോജനപ്പെടുത്തിക്കോണം. അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ്. നമ്മളുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ്. നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ മറ്റൊക്കെ അടിമയായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലായിരിക്കത്തില്ല. വേറെ ആരെങ്കിലും തീരുമാനിക്കുന്നതിൻ്റെ പുറകെ ആയിരിക്കും നമ്മൾ നടക്കുന്നത്. ഇന്ന് നമ്മളുടെ ജീവിതം നമ്മൾ തീരുമാനിക്കുന്നു, അന്ന് നമ്മളുടെ ജീവിതം രക്ഷപ്പെടും. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നു, അത് കണ്ടുവന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ പോയി വഴിപാട് ചെയ്യണം. അല്ല നിങ്ങൾക്ക് വേണ്ടി വേറെ ആരും വഴിപാട് ചെയ്യുമെന്നോ നിങ്ങൾക്ക് വേണ്ടി വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കുമെന്നോ വിചാരിച്ചിരിക്കരുത്. നമ്മളുടെ തീരുമാനങ്ങളും നമ്മുടെ പ്രവൃത്തികളുമാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത്. വേറെ ആരെയും നോക്കിയിട്ട് യാതൊരു കാര്യമല്ല. അപ്പോൾ ഇപ്പം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയച്ചു. അപ്പോൾ അയച്ചു കഴിയുമ്പം കല്യാണം കഴിച്ചു ചെന്നിടത്ത് ചിലപ്പം വഴക്ക് ബഹളം ഒക്കെ ചിലയിടത്ത് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, അമ്മ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയും പറയും, മോളെ അങ്ങനെയല്ല, ഒരു വിവാഹം കഴിച്ചാൽ എല്ലായിടത്തും ഉണ്ടാകാം വഴക്കേ പ്രശ്നം, നീ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നൊക്കെ പറയും. അപ്പോൾ അവിടം വരെ കറക്റ്റ്, അതുവരെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ പെൺകുട്ടിയാണ് തീരുമാനിക്കേണ്ടത് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന്. കാരണം അച്ഛനും അമ്മയല്ല തീരുമാനമെടുക്കേണ്ടത്. അവിടെയാണ് കാര്യം കിടക്കുന്നത്. നമ്മുടെ ഭാവി നമ്മളുടെ തീരുമാനമാണ്. ആ പെൺകുട്ടിക്കേ അറിയത്തുള്ളൂ അവിടുത്തെ അവസ്ഥ, അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല, പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ല. അപ്പോൾ പെൺകുട്ടി തീരുമാനിക്കണം ആ ജീവിതം മുന്നോട്ട് പോകണോ അതോ വേണ്ടായോ എന്ന്. ഇനി വേണ്ടായെന്നാണെങ്കിൽ ഭർത്താവുമായിട്ട് രാത്രി വഴക്ക് പിടിച്ച് പിരിയുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ വഴക്ക് പിടിച്ച് പിരിയുമ്പോഴാണ് പല പ്രശ്നങ്ങളും പല ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും ആപത്തുകളൊക്കെ ഉണ്ടാകുന്നത്. ബുദ്ധിപരമായിട്ട് അവിടുന്ന് പോന്ന് വീട്ടിൽ വന്ന് വീട്ടുകാരോട് നിലപാട് വ്യക്തമാക്കി പിന്നെ വീട്ടുകാരുമായിട്ട് വേർപിരിയാനുള്ള കാര്യങ്ങൾ ചെയ്യണം, ഡൈവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടെ ബുദ്ധിപരമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അവിടെ ക്ഷമ ഉണ്ടാകണം. അവിടെ അവനവൻ തന്നെ തീരുമാനം എടുക്കണം. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും, ഞാൻ പെൺകുട്ടിയുടെ ഉദാഹരണം പറഞ്ഞത്, പിന്നെ ആൺകുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾക്കൊരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക. പറ്റത്തില്ല, നിങ്ങളുടെ നിലപാട് നിങ്ങൾ വ്യക്തമാക്കണം. എന്ന് കരുതി വഴക്ക് പിടിച്ച് പിരിയുകയല്ല. അത് ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പെൺകുട്ടിയാണെങ്കിൽ വീട്ടിൽ വന്ന് വീട്ടുകാരോട് അവതരിപ്പിച്ചിട്ട് ഡൈവോഴ്സിന് മൂവ് ചെയ്യണം. അല്ലാതെ രാത്രി ഭർത്താവായിട്ട് വഴക്ക് പിടിച്ച് പ്രശ്നങ്ങളുണ്ടായി പല ആപത്തുകളിലേക്കും അല്ല പല ഉദ്ദേശിക്കാതെ ചില പ്രശ്നങ്ങളിലേക്കും പോവുക അല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം, ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടി, ഇനി നിങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റുമോ എങ്കിൽ തീർച്ചയായിട്ടും യോജിച്ച് പോകാം. അതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു തരത്തിൽ യോജിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആര് പറഞ്ഞാലും പിന്നെ യോജിച്ചിട്ട് കാര്യമില്ല. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിന് മനസ്സിലായല്ലോ? നിലപാട് വ്യക്തമായിരിക്കണം, ഉറച്ചതായിരിക്കണം. ഒരു നിലപാട് എടുത്താൽ
അവിടെ നിങ്ങളുടെ തീരുമാനം, അവിടെ ഈശ്വരനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ഈശ്വരൻ പലപ്പോഴും തോന്നിച്ചിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ചെയ്യണം, നിങ്ങൾക്ക് പറ്റത്തില്ലേ, നീ ഇത് വിടുക എന്ന് പലപ്പോഴും തോന്നിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ കൂടുതൽ ഈശ്വരനൊന്നും ചെയ്യാനില്ല. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്, നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ഈശ്വരൻ നിങ്ങൾക്കത് മനസാക്ഷി, നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് മനസാക്ഷി പറയും. പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും നിലപാടുകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഭാവി നിങ്ങളാണ് തീരുമാനിക്കുന്നത്, അത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തവരെല്ലാം അതിൻ്റെ അനുഭവിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതം എല്ലാം പ്രശ്നമായിട്ടുണ്ട്. ഇത് ഒരു കാര്യം, പല അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്, പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധനമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും മുൻവിധിയോടുകൂടി ഒരു കാര്യത്തെ കാണരുത്. ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ് മുൻവിധിയോടുകൂടി ഒരു കാര്യത്തെ കാണുന്നത്. ഏറ്റവും വലിയ അബദ്ധമാണ്. നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു, ആദ്യം നമുക്ക് ആ ഫസ്റ്റ് ചിലപ്പം നല്ലൊരു വസ്ത്രമായിരിക്കത്തില്ല കൊടുത്തിരിക്കുന്നത്, അല്ലെ അയാളുടെ വസ്ത്രത്തിൽ നിന്ന് ചിലപ്പോൾ സ്പ്രേയുടെ മണം കാണത്തില്ല, അയാൾ ചിലപ്പോൾ മുടി ചെയ്യുക കാണത്തില്ല. നമ്മൾ ആ ഫസ്റ്റ് ലുക്കിൽ തന്നെ അയാളെ വിലയിരുത്തും. അത് ഏറ്റവും വലിയ അബദ്ധമാണ്. അയാളെ കൊള്ളത്തില്ല, അല്ല അയാളെ കൊണ്ട് പ്രയോജനമില്ല, ആ രീതിയിലായിരിക്കും പിന്നെ അയാളുമായിട്ട് സംസാരിക്കുന്നതും നമ്മൾ അയാളെ വിലയിരുത്തുന്നതും. അത് ഏറ്റവും വലിയ അബദ്ധമാണ്. ഒരു വ്യക്തിയെ കാഴ്ചയിലല്ല വിലയിരുത്തേണ്ടത്. ഈ കാഴ്ചയെ വിലയിരുത്തുന്നത് മിക്കവാറും അബദ്ധമാണ്. ഇപ്പം പെൺകുട്ടികളാണെങ്കിലും ഒക്കെ പലപ്പോഴും ഈ ഓരോ ആപത്തുകളിൽ പോയി ചാടുന്നതിൻ്റെ ഒരു കാര്യം, ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു പുരുഷനെ കാണുമ്പോൾ അങ്ങ് വിലയിരുത്തും. അത് ചിലപ്പം നല്ല ഡ്രസ്സ് ഇടുമായിരിക്കും, ചിലപ്പോൾ ഒരു കാറ് കൂട്ടുകാരൻ്റെ ആണെങ്കിലും ചിലപ്പോൾ വാടകയ്ക്ക് എടുത്തൊരു കാറിലായിരിക്കും വരുന്നത്, ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ഈ ഷർട്ടിൽ നല്ല പെർഫ്യൂം കാണും. ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് കണ്ടുകൊണ്ട് ഒരു വ്യക്തിയെ വിലയിരുത്തില്ല, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. അവരെ നമ്മൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കണം. ചിലപ്പം അവർ ആദ്യം കാണുമ്പോൾ അവരുടെ പെരുമാറ്റം മുഴുവൻ അഭിനയമായിരിക്കും, മനസ്സിലാകുന്നുണ്ടോ? അഭിനയമായിരിക്കും. ഇത് കണ്ട് വിലയിരുത്തി പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണേലും, അച്ഛാ എനിക്ക് ആ പയ്യനെ മതി, അല്ലെ പിന്നെ പുരുഷനാണെങ്കിൽ അച്ഛാ എനിക്ക് ആ പെൺകുട്ടിയെ മതി എന്ന് ആദ്യം അങ്ങ് പറയും. ഇങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും അബദ്ധമായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, പഠിക്കാൻ ശ്രമിക്കുക പറ്റുന്ന രീതിയിൽ. അപ്പോൾ ആ വീട്ടുകാരോട് തന്നെ ചെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അല്ലാത്ത രീതിയിൽ അന്വേഷിക്കണം അവരെക്കുറിച്ച്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചു, ഒരു പുരുഷനെ കണ്ടു, അപ്പോൾ ഒന്ന് ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കണം. നേരിട്ട് വീട്ടുകാരോടോ അവരുടെ ബന്ധുക്കാരോടോ പോയി ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ലാതെ നമ്മൾ സത്യസന്ധമായിട്ട് മറ്റുള്ളവരോട് അന്വേഷിക്കണം. രണ്ട്, ഈ വ്യക്തിയെ പഠിക്കാമെന്ന് അത്രയും പഠിക്കണം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ചിലപ്പോൾ ആദ്യം കാണുന്ന സംസാരമെല്ലാം അഭിനയമായിരിക്കും, ആദ്യം കാണിക്കുന്ന മുഴുവൻ അഭിനയമായിരിക്കും. യഥാർത്ഥമുള്ള വ്യക്തി അതായിരിക്കത്തില്ല. പരമാവധി പഠിക്കാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ അയാളുടെ കൂടെ എപ്പോഴും നടക്കണമെന്നൊന്നുമല്ല, അല്ലാതെ നമുക്ക് നമ്മുടെ പല സോഴ്സിൽ നിന്നും ഈ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, സ്വന്തമായിട്ട് എപ്പോഴും ഒരു ജോലി ഉണ്ടായിരിക്കണം. കാരണം ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. അന്ന് ആരും കാണത്തില്ല, ഈ കല്യാണം നടത്തുന്നവരും കാണത്തില്ല, കല്യാണത്തിന് പങ്കെടുക്കുന്നവരും കാണത്തില്ല, നമുക്ക് നമ്മളെ കാണത്തുള്ളൂ. സ്വന്തമായിട്ടൊരു ജോലി നേടിയെടുക്കാൻ ശ്രമിക്കണം. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നിങ്ങൾ സ്കൂളിൽ പോയാൽ കോളേജിൽ പോയാൽ പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കാൻ ശ്രമിക്കണം, ആണാണേലും പെണ്ണാണേലും, എന്നിട്ട് ജീവിതത്തിലേക്ക് വരാവുള്ളൂ. അല്ലെങ്കിൽ ഈ സിനിമയിൽ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല, സിനിമയിൽ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല. പലപ്പോഴും സ്ഥലങ്ങൾ കാണിക്കുന്നു, അത് വേറെ സ്ഥലങ്ങളാണെന്ന് പറഞ്ഞ് വേറെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ ജീവിതം അതുപോലെ തന്നെയാണ്. സിനിമയിലെല്ലാം ഒരു മായാലോകമാണ്. അപ്പോൾ ഈ സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ കണ്ട് നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ വിചാരിക്കുന്ന കോളേജിൽ പോകുന്നത് എന്തിനാ? പ്രേമിക്കാനാണ്, പ്രേമിച്ചില്ലേ വലിയ കുഴപ്പമാണ്. പക്ഷെ അല്ല, യാഥാർത്ഥ്യം അതല്ല. കോളേജിൽ പോകുന്നത് പഠിക്കാനാണ്. പഠിച്ചു കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞ് ജീവിതം മുഴുവൻ പ്രേമിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ പഠിക്കേണ്ട സമയത്ത് പ്രേമിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിത്ത കുഴപ്പം, പിന്നെ നല്ല ജോലി കിട്ടത്തില്ല. ജോലി കിട്ടാതെ ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടായി, പിന്നെ പ്രേമിക്കാനും പറ്റത്തില്ല. ഇങ്ങനെയാണ് ജീവിതത്തെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കാണണം, അത് ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും. അപ്പോൾ ഒരു ജോലി നേടുക എന്നുള്ളത് പ്രധാനമാണ്. എന്നിട്ട് ജീവിതത്തിലേക്ക് വന്നിട്ട് കല്യാണം കഴിഞ്ഞ് ജീവിതം മുഴുവൻ പ്രേമിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പം മുൻവിധിയോടുകൂടി ഒരു കാര്യത്തെയും കാണാതിരിക്കുക. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കുക. ഒരു വ്യക്തിയും കാണുന്ന മാത്രയിൽ വിലയിരുത്താതിരിക്കുക. ഒരു വ്യക്തിയും കാണുന്ന മാത്രയിൽ നിങ്ങൾ വിലയിരുത്തരുത്. കാരണം മിടുക്കന്മാരായിട്ടുള്ളവർ എപ്പോഴും നല്ല വേഷം ധരിച്ച് നടക്കത്തുള്ളൂ. ഒരു മനുഷ്യനെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യിക്കാം, ഒരു മനുഷ്യനെ എങ്ങനെ പറ്റിക്കാം എന്ന രീതിയിലുള്ള വേഷങ്ങൾ ധരിച്ചാണ് മിടുക്കന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കണമെന്നുള്ളവർ അങ്ങനെ നടക്കുന്നത്.
കയ്യിലൊരു ചെയിനൊക്കെ ഇട്ട് എന്ന് വെച്ചാൽ ആളുകളെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യാം. പക്ഷേ ചിലപ്പോൾ ഒരു പാവപ്പെട്ട പോലെ തന്നെ ചിലപ്പോൾ ഇതൊന്നും കാണത്തില്ല. പക്ഷേ അവന് സത്യമുള്ളവനായിരിക്കും, അല്ലെങ്കിൽ അവനായിരിക്കും ശരിക്കും നല്ലവൻ. അപ്പോൾ കാണുന്ന മാത്രയിൽ ഒരു വ്യക്തിയെ വിലയിരുത്തുന്ന സ്വഭാവം അങ്ങ് മാറ്റണം. പഠിച്ച ശേഷം ഒരാളെ വിലയിരുത്താവുള്ളൂ. കണ്ട പറഞ്ഞാൽ പറയരുത് ഒരാൾ നല്ലതാണ്, അല്ലെങ്കിൽ ഒരാൾ ചീത്തയാണെന്നും പറയരുത്. മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റായിരിക്കും. ആ ബുദ്ധി തെറ്റത്തില്ല. പെട്ടെന്ന് തോന്നുന്ന ബുദ്ധി അബദ്ധമായിരിക്കും. ആഴത്തിൽ പരിശോധിച്ച് മനസ്സിൽ തീരുമാനിക്കുന്ന ബുദ്ധി കറക്റ്റായിരിക്കും. അത് തെറ്റ് പറ്റത്തില്ല. ഞാൻ പല ജീവിതങ്ങളിൽ നിന്ന് പല അനുഭവങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ ഒരു ഈ ദൈവാധീനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ദൈവാധീനം ഉണ്ടാകുമ്പോഴാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ആ ദൈവാധീനം ഉള്ളതുകൊണ്ടാണ് ഇത് പറയാനും, എനിക്ക് ആ ഈശ്വരൻ്റെ ആ ചിന്ത ഉള്ളതുകൊണ്ടാണ് ഇത് പറയാനും തോന്നുന്നത്. ഇതെല്ലാം ഒരു ദൈവാധീനമാണ്. ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതിന് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവശിവ.